ഹലോ ഗൈസ്, ഗീതഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അവർണിക ഗീതുവിന് വീഡിയോ അയച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും ഫോണിൽ ഒരു ഡേറ്റയും കാണുന്നില്ല കേട്ടോ. ആ സമയത്ത് കിഷോർ ഇറങ്ങി വന്നിട്ട് ചോദിക്കുവാണ്, എന്ത് പറ്റി, എന്തോ ഒരു സങ്കടം, പ്രിയപ്പെട്ട സുഹൃത്തിനെ സഹായിക്കാൻ പറ്റാത്ത വിഷമമാണോ എന്നിട്ട് ചോദിക്കുവാണ്. എന്താ ഇപ്പോൾ ആട് കിടക്കുന്നിടത്ത് ഒരു രോമം പോലും കാണുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവർണികയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ കിഷോറാണ് ആ വീഡിയോ ഫോണിൽ നിന്ന് കളഞ്ഞെന്ന്. എന്നിട്ട് കിഷോർ പറയുന്നുണ്ട്, അതിന് ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാനത് കളഞ്ഞിട്ടുണ്ട്. നീ ഇന്നലെ കാണിച്ചതൊന്നും ഞാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ നീ മറന്നുപോയി, നീ ഒരു വില്ലൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടങ്ങ് പോവാണ്. എങ്കിലും നമ്മുടെ അവർണികയുടെ മുഖത്ത് കിഷോർ പോയി കഴിയുമ്പോൾ ഒരു ചെറിയ ചിരിയൊക്കെ വരുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ അവർണിക മുറിയിൽ ചെന്നിട്ട് കബോർഡ് തുറന്നിട്ട് ആ കബോർഡിൽ നിന്നൊരു പേഴ്സ് എടുത്ത് ആ പേഴ്സിൽ നിന്നൊരു പെൻഡ്രൈവ് എടുക്കുവാണ് കേട്ടോ. ആ പെൻഡ്രൈവിൻ്റെ അകത്തോട്ട് പുള്ളിക്കാരി ഡേറ്റ എല്ലാം കോപ്പി ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് പുള്ളിക്കാരി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയമോളുടെ വീടാണ്. അവിടെ നമ്മുടെ വിലാസിന് ഇരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം കേട്ടോ. പ്രിയമോൾ എടുക്കാൻ വരുമ്പോൾ പറയുന്നുണ്ട്, ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്രിയമോൾ ദേഷ്യം വന്നിട്ട് പറയും, ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞോളാം എന്നും പറഞ്ഞാൽ അവിടുന്ന് പോവാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് ഭദ്രൻ വന്ന് ചോദിക്കുന്നുണ്ട്. ഭദ്രനോടും പറയുന്നുണ്ട്, ഇതിന്നൊരു കഷ്ണം പോലും ഞാൻ തരുമായിരുന്നു. ഭദ്രനും പറയുന്നുണ്ട്, നിന്നെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഭദ്രനും ദേഷ്യപ്പെട്ട് പോകണം കേട്ടോ. പിന്നെ വിലാസിനിക്കൊരു കോൾ വരുവാണ് ഹോസ്പിറ്റലിൽ നിന്ന്, ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ വർണ്ണികയാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഗീതുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് ഗീതു അജാസും കൂടെ അങ്ങ് വരുമ്പോൾ ഈ പ്രൂഫ്സ് എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കാണുമ്പോൾ ഗീതുവിന് ഒരുപാട് സന്തോഷവുമാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവർണിക പറയുന്നുണ്ട്, ഇത് ഇനി ഗോവിന്ദ് സാറിനെ കാണിച്ചു കഴിഞ്ഞാൽ രാധിക മാം അവിടുന്ന് പുറത്താവുമെന്ന് പറയുമ്പോൾ നമ്മുടെ അജാസ് പറയുന്നുണ്ട്, അതെനിക്ക് തോന്നുന്നില്ല. എന്നാൽ അജാസ് പറയുവാണ്, എല്ലാ തവണയും എങ്ങനെയാണോ രാധികാമ്മയുടെ രക്ഷപ്പെടുന്നത് അതുപോലെ തന്നെ രക്ഷപ്പെടും. ഈ വീഡിയോയ്ക്കകത്തും ഗീതു വെല്ലുവിളിച്ചപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതെന്നും പറഞ്ഞ് രക്ഷപ്പെടും. അതുകൊണ്ട് ഇത് പോരാ എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവരുടെയും പറയും, പിന്നെ ഇങ്ങനെ പോകാമെന്നാണ് പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട്, അത് പോരാ, സുവർണയും വരുണിൻ്റെ വീഡിയോ കൂടെ കിട്ടുവാണെങ്കിൽ പിന്നെയും ചിലപ്പം ഓക്കെ ആവുമെന്ന് പറയുമ്പോൾ നമ്മുടെ അവർണിയും പറയുന്നുണ്ട്, ഓക്കെ ഞാൻ ശ്രമിക്കാം എന്ന് പറയുവാണ് കേട്ടോ. എന്നിട്ട് അവർണികയും ഗീതുവും നമ്മുടെ അജാസും അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ്. ആ സമയത്ത് നമ്മുടെ അജാസും ഗീതുവും കൂടെ ഇങ്ങനെ സംസാരിക്കാൻ നേരത്ത് ഗീതുവിനോട് അജാസ് പറയുകയാണ്, കാര്യം രാധികാമ്മ എൻ്റെ പഴയ ബോസാന്ന് പറഞ്ഞ് ഗീതു കളിയാക്കാറുണ്ടല്ലോ, അത് സത്യം തന്നെ. പക്ഷേ എനിക്കൊരിക്കലും രാധികാമ്മ ഗോവിന്ദ് സാറിനെ കൊല്ലുമെന്ന് തോന്നുന്നില്ല. സ്വത്തുക്കളൊക്കെ സ്വന്തം മക്കൾക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുമായിരിക്കും, പക്ഷേ ഒരിക്കലും ഗോവിന്ദ് സാറിനെ കൊല്ലണം എന്ന് തോന്നുന്നില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഗീതു പറയുവാണ്, അല്ലെങ്കിലും രാധികാമ്മ എല്ലാ തവണയും എന്ത് ചെയ്തിട്ടും അത് വരണേട്ടൻ്റെ തലയിലിടുന്നേ, അങ്ങനെ ഇക്കേനെയും കൂടെ തെറ്റിദ്ധരിപ്പിച്ചായി കൂടെ എന്ന് ചോദിക്കുമ്പോൾ അജാസ് പറയുന്നുണ്ട്, അങ്ങനെ ആവാം, എനിക്കറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാലും എനിക്കത് തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ അജാസ് ഉറപ്പിച്ച് പറയണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗീതു നമ്മുടെ അജാസിനോട് പറയുന്നുണ്ട്, ഇതിൽ നിന്ന് എങ്ങനെ ഗോവിന്ദനെ മാറ്റണം എന്ന് എനിക്കറിയാം, സ്വന്തം അമ്മയുടെ മുമ്പിൽ അധികം ഒന്നും ആയിരിക്കുമല്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അജാസ് പറയുകയാണ്, എനിക്ക് ഉമ്മയില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഫീലിങ്സിനെ പറ്റിയൊന്നും അറിയത്തില്ല, എന്നാലും ഗീതു പറയുന്നത് ശരിയായിരിക്കും എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അജാസും ഗീതുവും കൂടെ പറയുവാണ്, ചിലപ്പോൾ നമുക്കിനി അതും കൂടെ ശ്രമിച്ച് നോക്കാം, ഇനി അതായിട്ട് വേണ്ടാന്ന് പറയുന്ന സമയത്ത് അവർണിക ഇറങ്ങി വരുവാണ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട് അജാസിനോട്, അവർണികനെ ഒന്ന് വീട്ടിൽ വിട്ടേക്കാവും, ഞാൻ കണ്ണേട്ടൻ്റെ കൂടെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഗീതു കണ്ണേട്ടനെ വിളിക്കുവാണ് കേട്ടോ. അപ്പോൾ കണ്ണേട്ടൻ ചോദിക്കുന്നത്, നീ തനിച്ചാണോ, അജാസ് പോയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട്, പേടിക്കണ്ട, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലൊക്കേഷൻ അയക്കാം, കണ്ണേട്ടൻ എന്നെ വന്ന് പിക്ക് ചെയ്താൽ മതി എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണേട്ടനും ഭയങ്കര ഹാപ്പി ആവുകയാണ് കേട്ടോ. എന്നിട്ട് ഗീതു ഇങ്ങനെ പൊളിച്ച് ചോദിക്കുന്നുണ്ട്, നമ്മൾ സാധാരണ ഭാര്യ ഭർത്താക്കന്മാരല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താ കുഴപ്പം, ഞാനിപ്പം വരുവാ, നീ അവിടെ വെയിറ്റ് ചെയ്യുന്ന കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും.